പാറ ഉസ്താദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാനാണ്, വലിയ ആലിമാണ്. അതിനപ്പുറം ഒരുപാട് കാലം റിയാദയിലായിട്ടും മറ്റുമായി കഴിച്ചുകൂട്ടിയ വലിയ മഹാനാണ്. നിരവധി സൂഫിയാക്കൾ ഔലിയാക്കന്മാരുടെ മുരീദ് കൂടിയാണ്. ബഹുമാനപ്പെട്ട ഞണ്ടാടി അബൂബക്കർ ഷേഖ് ഖദ്ദസുല്ലാഹു സുറഹുൽ അസീസ് നമുക്ക് കേരളക്കാർക്കൊക്കെ സുപ്രസിദ്ധനായ മഹാനാണ്. ബഹുമാനപ്പെട്ട ഒരു ഷെയ്ഖുലുള്ളാഹിൻ്റെ മശായിഖന്മാരിൽ പ്രമുഖൻ കൂടിയാണ് ഞണ്ടാടി അബൂബക്കർ ഷേഖ്. മറ്റും നിരവധി മശായിഖന്മാരുടെയൊക്കെ ഷേഖ് കൂടിയാണ് ഞണ്ടാടി ഷേഖ് അവറുകൾ. അവിടുത്തെ ഞണ്ടാടി അബൂബക്കർ ഷേഖ് തങ്ങളുടെ പ്രധാനപ്പെട്ട മുരീദന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വലിയൊരു സൂഫി വര്യനായ ദുആക്ക് നല്ല ഇജാബത്തുള്ളൊരു മഹാന് കൂടിയാണ് പാറ ഉസ്താദ്. ഇവിടുന്ന് സംസാരങ്ങളൊക്കെ വളരെ കുറവാണ്. വല്ലപ്പോഴും വല്ല കെലിമത്തുകളൊക്കെ പുറത്തു ചാടിയാൽ തന്നെ അത് വലിയ മുത്ത തന്നെയാണ്, വലിയ ഇജാബത്തുള്ള കെലിമത്തും തന്നെയാണ്. സംസാരം അവിടുന്ന് വല്ലാത്ത ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ വല്ലവരോടൊക്കെ ചിലപ്പോൾ 2-3 കെലിമത്തുകളൊക്കെ സംസാരിക്കുമെന്നല്ലാണ്ട് മറ്റു അധിക സംസാരങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവരുടെയൊക്കെ അരികിലേക്ക് നമ്മൾ പോവുക, മഹാന്മാരെ സന്ദർശിക്കുക, സാദാത്യങ്ങളെ സന്ദർശിക്കുക, ആലിമീങ്ങളെ സന്ദർശിക്കുക എന്നുള്ള പുണ്യമുള്ള കാര്യം, ദുആ കൊണ്ട് വസിയത്തിലൊക്കെ സുന്നത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്ത് വേണം, നമ്മുടെ ആഖിറത്തിൻ്റെ കാര്യങ്ങൾ അവരോടൊക്കെ ചോദിക്കുക. നമ്മളെല്ലാവരും അടുത്ത് ചെന്നിട്ട് മഖാമിൽ ചെന്നിട്ടൊക്കെ നമ്മൾ ദുന്യാവിൻ്റെ കെട്ട് ഇങ്ങനെ പറയും. അത് അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ദുന്യാവിൻ്റെ കാര്യത്തിൽ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് അധികവും പലരും കടങ്ങളെ പ്രയാസമായിരിക്കും. ഈ കടങ്ങളൊക്കെ വന്ന സാഹചര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ നല്ലൊരു സാഹചര്യത്തിലാവൂല 90% ആളുകൾക്കും കടം വന്നിട്ടുണ്ടാകുക. അതൊക്കെ പലിശയുമായിട്ടുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ അമിത ലാഭം മോഹിച്ചാണ്ടുള്ള പല പരിപാടികൾക്കൊക്കെ ഇറങ്ങി അബദ്ധത്തിൽപ്പെട്ടതായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ദുന്യാവിൻ്റെ കെട്ടിക്കൂട്ടത്. ഇതൊക്കെ ഈ ദുന്യാവോടെ കഴിഞ്ഞാൽ നാളത്തെ ജീവിതം അതിവിശാലമായ അറ്റമില്ലാത്തൊരു ലോകം നമുക്കുണ്ട്. ആ ജീവിതത്തിൽ സന്തോഷം വേണം. അതിൻ്റെ ഈമാൻ സലാമത്തായിട്ട് ഇവിടുന്ന് മരിച്ചാൽ ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈമാൻ സലാമത്തായിട്ട് മരിക്കാനും അതുപോലെ തന്നെ ആഖിറത്തിലെ വിജയത്തിനൊക്കെ വേണ്ടിയാണ് ഇത്തരം മഹാന്മാരെ കാണുമ്പോൾ ദുആ ചെയ്യിപ്പിക്കുക. മറ്റുള്ള നമ്മളെ പ്രശ്നങ്ങൾ ഇങ്ങനെ നുറുങ്ങി പറയണേക്കാൾ ഹൈറ് ചിലപ്പോൾ ഈ ദുന്യാവിൻ്റെ വിഷയങ്ങൾ തൊല്ലഖുദ്ദുന്യ, അവർ ദുന്യാവിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എന്തും തൊലാഖ് ചെല്ലിയവരാണ് അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ. അവർക്ക് ദുന്യാവൊരു വിഷയമേ അല്ലാത്തവരാണ്. അപ്പോൾ അവരോട് നിന്നാണ്ട് അവർ തൊലാഖ് ഇല്ല, അവർ ഒഴിവാക്കിയ ഒരു വിഷയം നമ്മളിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത് റബ്ബ് തന്നാൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിലും അൽഹംദുലില്ലാ, ഇങ്ങനെയാണ് സൂഫിയാക്കളത്. അപ്പോൾ അതിങ്ങനെ ചോദിക്കുന്നത് നല്ല ആഖിറത്തിൽ വിജയിക്കണം, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടണം, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണം, ഇതിനൊക്കെ വേണ്ടി ദ്വാരക്കുക, അള്ളാഹിൻ്റെ റിള കിട്ടി വിജയിക്കണം എന്നൊക്കെ പറഞ്ഞ് ദ്വാരിപ്പിക്കലാണ് ഔലിയാക്കന്മാരെയും സൂഫിയാക്കളൊക്കെ കണ്ടാൽ ചെയ്യേണ്ടത്. അത്തരം ദ്വാ ചെയ്യിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സൂഫി വര്യനാണ് പാറ ഉസ്താദ്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പട്ടാമ്പി റൂട്ടിലാണ്. നടുവട്ടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്പം സഞ്ചരിച്ചാൽ പാറ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റും. ഉസ്താദ് താമസിക്കുന്ന ഇരിക്കുന്നൊക്കെ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അവിടെ അന്വേഷിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. അവിടെ ചെന്ന് ആരും